ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു Hungertales. ഇപ്പോൾ മാങ്ങ സീസണൊക്കെ ആയി വരികയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങ കൊണ്ടിട്ടൊരു നാടൻ വിഭവം കാണിച്ചാലോ എന്ന്. അപ്പോൾ ഇത് എൻ്റെ വാപ്പുമ്മയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ വാപ്പുമ്മയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല, ഇതുപോലത്തെ ഒരു റെസിപ്പി ഞാൻ കണ്ടില്ല. ഇത് മാങ്ങമ്പഴ പുളിശ്ശേരി അങ്ങനെയൊന്നുമല്ല, ഇത് ഡെസേർട്ടായിട്ടോ അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ നമ്മൾ വെറുതെ കഴിക്കാൻ പറ്റിയ, ഇത് മാത്രമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം. കീപ് വാച്ചിങ്. ഈ റെസിപ്പിക്ക് വേണ്ടത് ചന്ദ്രക്കാരൻ മാങ്ങയാണ്. ഇത് ഉറിഞ്ചി കുടിക്കാൻ പറ്റിയ പോലത്തെ മാങ്ങയാണ്. പുറമേ പച്ച കളറാണെങ്കിലും ഉള്ളിൽ നല്ല പഴുത്ത് നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിൽ നല്ല പഴുത്തിട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പഴുത്തിട്ടുള്ള മാങ്ങയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ തൊലി ആവശ്യമില്ല. അപ്പോൾ നന്നായി കഴുകിയിട്ട് ശേഷം നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഊരിയെടുക്കാം. ഇതുപോലെ എല്ലാ മാങ്ങയുടെയും തൊലി കളഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ 1 കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 25 മാങ്ങകളുണ്ട്. അപ്പോൾ ആ അളവിലാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ മാങ്ങയാണ് ഈ റെസിപ്പിയുടെ ഹൈലൈറ്റ്. അപ്പോൾ ഈ മാങ്ങ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക. ഇനി സ്റ്റൗവിലേക്ക് അടി കട്ടിയായിട്ടുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇത് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇവിടെ 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ 4 പച്ചമുളക് നടുക്കുന്നിങ്ങനെ സ്പ്ലിറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക ഈ പാത്രത്തിലേക്ക്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗണിഷ് ആവേണ്ട, ആ പച്ചമണം ഒന്ന് മാറി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയായിരിക്കും. ഇപ്പോൾ ഇത് ചെറുതായിട്ട് വഴഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി മാത്രമേ ഉള്ളൂ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. എരിവ് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, പച്ചമുളക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു കുറച്ച് സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തേങ്ങ, ഒരു ഫുൾ തേങ്ങയുടെ 2 പാലാണ് ഇപ്പോൾ ഒഴിച്ചത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലിൽ ഈ മാങ്ങ എല്ലാം കിടന്നിട്ട് വെന്ത് വരണം. അപ്പോഴാണ് ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ 10 to 15 മിനിറ്റ്സ് എടുക്കും വെന്ത് വരാനായിട്ട്. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. ഫുൾ മൂടരുത്, ഒരു പകുതി മൂടി വെക്കാൻ പാടുള്ളൂ. ഫുൾ മൂടിയാൽ അത് പൊന്തി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ മാങ്ങ എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കര ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ വെള്ള ശർക്കര എന്തെങ്കിലും ഉള്ളതുകൊണ്ട് വെള്ള ശർക്കരയും സാദാ ശർക്കരയും കൂടി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് ശർക്കര ഉണ്ട്. നോർമൽ ശർക്കര മാത്രം ആയാലും മതി, ടേസ്റ്റിനൊന്നും വ്യത്യാസം വരില്ല. നിങ്ങളുടെ ഉള്ള ശർക്കര ആഡ് ചെയ്താൽ മതി. അപ്പോൾ 2 കപ്പ് ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇതിലേക്ക് ഇടുന്ന അലുത്തോളും. ഇനി നമുക്കിതൊന്ന് തിക്കാക്കി എടുക്കണം. കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കൂവപ്പൊടി ഇല്ലാത്തവർക്ക് അരിപ്പൊടി ആയാലും മതി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഏതെങ്കിലും ഒരെണ്ണം ചേർത്താൽ മതി, ഒന്നില്ലെങ്കിൽ കൂവപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അവിടെ മാങ്ങാക്കറി നല്ല തിളയ്ക്കുന്നതിൻ്റെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാവും. നമ്മളിനി കുറുക്കാൻ വെച്ചിരുന്ന ആ കൂവപ്പൊടി മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് 1 പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. 1 പാൽ ആഡ് ചെയ്യും, മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തിളപ്പിക്കാൻ പാടില്ല. 1 പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും. അപ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെ 1 പാൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോഴത്തേക്കും ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി റെഡിയായി. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ മാങ്ങ വെച്ചിട്ട് അതിൻ്റെ ചാറും കൂടി ഒഴിക്കുക. എന്നിട്ട് ഇത് പുളിശ്ശേരി പോലെ ചോറിൻ്റെ കൂടെയോ
പലഹാരത്തിൻ്റെ കൂടെയോ കഴിക്കേണ്ട ഒരു വിഭവമല്ല. ജസ്റ്റ് നമുക്ക് ചുമ്മാ കഴിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡെസേർട്ടായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ ഇതുപോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മാങ്ങ വെച്ച് കൊടുക്കുക, പിന്നെ ചാറും. എന്നിട്ട് ഇതുപോലെയാണ് ഉറിഞ്ചി ആ ചാറിൽ മുക്കിയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക. വേറെ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.